ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മളെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൻ്റെ ആറാമത്തെ പാർട്ടാണ് ഇന്ന് ചിന്തിക്കുന്നത്. സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള പഠനമാണല്ലോ. സമാഗമന കൂടാരത്തിലെ പ്രാകാരത്തിലേക്കുള്ള ഉപകരണങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് വിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം വിശുദ്ധ സ്ഥലത്ത് കാണുന്ന ആദ്യത്തെ ഉപകരണം നിലവിളക്ക്. അതിൻ്റെ ഉണ്ടാക്കിയ വിവരങ്ങൾ പുറപ്പാട് പുസ്തകം 25 ഉണ്ടാക്കാൻ ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ പുറപ്പാട് 25 31 മുതൽ 40 വരെ. മോശ അത് ഉണ്ടാക്കിയതിന് ശേഷം എഴുതിയിരിക്കുന്നത് പുറപ്പാട് 37 14 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഈ നിലവിളക്കുണ്ടാക്കിയത് പ്യുവർ ഗോൾഡ്, തനിത്തങ്കം കൊണ്ടാണ്. ഇത് ദൈവികം, ക്രിസ്തുവിൻ്റെ സിമ്പലാണ്. ഇതിനെ കവരവിളക്കെന്നും പറയുന്നുണ്ട്. നടുക്കൊരു തണ്ടുണ്ട്, 2 സൈഡിലും വീതം 3 കവരങ്ങൾ വീതം. ആകെ 7 കവരങ്ങൾ. കത്തുമ്പോൾ 7 ദീപങ്ങൾ. അതിനകത്ത് ഒലിവെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കണം. കരിന്തിരി വെട്ടാൻ അതിന് പ്രത്യേക ശുശ്രൂഷകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. യേശുക്രിസ്തുവിൻ്റെ ഒരു സമ്പൂർണമായ ചിത്രമാണ് ഈ നിലവിളക്കിനെ കാണിക്കുന്നത്. വീണ്ടും മത്തായി 5:14 നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്, നമ്മളും വെളിച്ചമാണ്. നമ്മൾ യേശുവിൻ്റെ ശരീരമാണല്ലോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാകുന്നവനായ യേശുവിൻ്റെ കാര്യം. ആ 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും തങ്കം ആകണം. തങ്കത്തിൻ്റെ സ്വഭാവം നമുക്കും ഉണ്ടാകണം. നമുക്ക് അതിന് വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു. യേശുവിനെ പോലെ നാമും ആയിത്തീരണം. തങ്കവും തങ്കവും കൂടെ ചേരുകയുള്ളൂ, വെളിച്ചവും കൂടെ ചേരുകയുള്ളൂ. നമ്മൾ അവൻ്റെ യേശുവിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നവരാകണം. കർത്താവിനെ നീതിസൂര്യൻ എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ആ നീതിസൂര്യൻ്റെ വെളിച്ചത്തെ പ്രതിബിംബിപ്പിക്കുന്ന ചന്ദ്രനാണ്. സൂര്യൻ പ്രകാശിക്കുന്നില്ലെങ്കിൽ ചന്ദ്രനും പ്രകാശം ഉണ്ടാകുകയില്ല. നമുക്ക് ഉത്തമഗീതത്തിലെ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചു നോക്കാം. ഉത്തമഗീതം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. ഇത് ഒരു സഭയുടെ ചിത്രമാണ് കാണുന്നത്. സഭയ്ക്ക് ചന്ദ്രശോഭയുണ്ട്. സൂര്യശോഭയെക്കുറിച്ചും ചന്ദ്രശോഭയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വാക്യത്തിനകത്ത് കാണുന്നുണ്ട്. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ വെളിച്ചം ജാതികളുടെ മുമ്പിൽ പ്രകാശിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന തേജസ് നമ്മുടെ മുഖത്ത് തട്ടിയിട്ട് അത് ജാതികൾക്ക് പ്രകാശിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് സഭയുടെ വെളിച്ചം? മത്തായി 5:16 നമുക്ക് നോക്കാം. 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികളാണ് നമ്മളുടെ വെളിച്ചം. മനുഷ്യരുടെ മുമ്പിൽ നല്ല പ്രവൃത്തികൾ കാണിക്കുവാനാണ് ദൈവം നമ്മുടെ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ വെളിച്ചം ദൈവം തന്നിരിക്കുന്ന ഒരു പദവിയാണ്. എന്നാൽ അതോടുകൂടി ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്.
ഒരു പദവി തന്നാൽ അതിൻ്റെ കൂടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. കൂടിയ പദവികൾക്ക് കൂടിയ ഉത്തരവാദിത്തങ്ങളാണുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. പദവി ലഭിച്ചാൽ മാത്രം പോരാ. അതുകൊണ്ട് നമ്മളെ വെളിച്ചം മറ്റുള്ളവർ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികളാണ് മറ്റുള്ളവരുടെ മുൻപാകെ കാണേണ്ടത്. സൂര്യന് ശോഭയുണ്ട്, നിർമ്മലതയുണ്ട്. നമുക്കും ആ നിർമ്മലത ഉണ്ടാകണം. അതുകൊണ്ട് നിലവിളക്ക് കർത്താവിൻ്റെ ചിത്രമാണ്, നമ്മുടെയും ചിത്രമാണ് നിലവിളക്ക്. വീണ്ടും രണ്ടാമത്തെ ഉപകരണമാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശ. അത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ടാക്കാൻ പറഞ്ഞതും ഉണ്ടാക്കിയ കാര്യം 37-ൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. കാഴ്ചയപ്പത്തിൻ്റെ മേശ ഖദിരമരം കൊണ്ടുണ്ടാക്കി, അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അത് നമുക്കറിയാമല്ലോ, മനുഷ്യത്വമാണ് ഖദിരമരം, തങ്കം ദൈവത്വം. യേശുക്രിസ്തുവിനെ കൊണ്ട് നമ്മളെ കവർ ചെയ്തിരിക്കുകയാണ്. ആ മേശമേൽ നിത്യവും 12 അപ്പം അടുക്കി വെക്കണം എന്ന് ദൈവം പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പോഷണവും കരുതലുമാണ് ഈ അപ്പം കാണിക്കുന്നത്. നറിഷ്മെൻറ്റ് ആൻഡ് കെയർ ഓഫ് ഹിസ് പീപ്പിൾ. അത് പുറപ്പാട് 25-30 യഹോവ മോശയോട് പറഞ്ഞത്, മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വയ്ക്കണം. അപ്പോൾ അത് ദൈവത്തിൻ്റെ ആ പരിപാലനം നമ്മൾ ഓർക്കുക. ദൈവം നമ്മളെ എത്ര കരുതുന്നവനാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി എന്നും നമ്മോട് കൂടെ ഉണ്ട്. നിത്യവും വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് ആവശ്യങ്ങളുണ്ടെന്ന് ദൈവത്തിനറിയാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതായ ആ കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യും. അതാണ് ആ കാഴ്ചയപ്പത്തെ കാണിക്കുന്നത്. വീണ്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം. യോഹന്നാൻ 6:48. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളെ പിതാക്കന്മാർ മരുഭൂമി മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അപ്പോൾ യേശുക്രിസ്തു തന്നെയാണ് ജീവൻ്റെ അപ്പം. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ എന്നും കരുതുന്ന ദൈവമാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, തിന്നാഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ പോഷണം ഇവിടെ നിന്നാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നാണ്. ഈ പോഷണം ലഭിക്കേണ്ടത് നമ്മുടെ അന്തരാത്മാവിലാണ്. അതായത് യേശു ആത്മാവാണ്. അല്ലാതെ യേശുവിൻ്റെ മാംസം ആർക്കും കടിച്ചു തിന്നാനൊന്നും സാധിക്കുകയില്ല. നമ്മുടെ ആത്മാവിൽ യേശുവിനെ ഭക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ആത്മാവിലേക്ക് യേശുവിനെ ആവാഹിച്ചെടുത്തിട്ട് നാം യേശുവിനെ പോലെ ആകണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രൂപാന്തരം നമ്മുടെ ഉള്ളിലും വരണം. നമ്മൾ എന്ത് തിന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ശരീരം ഇരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് യുദ്ധത്തിൽ ആൾക്കാർ മരിക്കുന്നതിനേക്കാളും അല്ലെ ബോംബ് വീണ് മരിക്കുന്നതിനേക്കാളും ഒക്കെയും ആളുകൾ കൂടുതൽ മരിക്കുന്നത് ഭക്ഷണം മൂലമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാരണമാണ് നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതി. ആഹാരം നമ്മെ പോഷിപ്പിക്കുന്നതാണ്, എന്നാൽ അതോടൊപ്പം അത് നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ കരുത്ത് നമുക്കുണ്ടാകും. ആത്മാവിൻ്റെ ആവശ്യമായുള്ള ഭക്ഷണം ദൈവവചനമാണല്ലോ. എന്നാൽ ഇന്ന് മനുഷ്യർ കൂടുതൽ കഴിക്കുന്നത് ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെയാണ്. അതൊക്കെ കഴിക്കുകയാണെങ്കിൽ ആത്മാവ് ബലപ്പെടുകയില്ല, പ്രാണന് ക്ഷയം ഉണ്ടാകുകയും ചെയ്യും. ഇന്നുണ്ടാകുന്ന അനേകം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെയും ഭക്ഷണത്തിൽ കൂടെ ഉണ്ടാകുന്നതാണ് നമുക്കറിയാം. അതുപോലെയാണ് ഇന്ന് മനുഷ്യരും പല ലോകത്തിലുള്ള വചനത്തെ വിട്ടിട്ട് മറ്റ് ചില കാര്യങ്ങളിൽ കൂടെ പോഷണം ലഭിക്കാൻ, ആരോഗ്യം നിലനിർത്താനൊക്കെ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ ആത്മാവിനാണ് നമുക്ക് യേശുവിനെ നമ്മുടെ ആത്മാവിലേക്കാണ് നമ്മൾ സ്വീകരിച്ചിട്ട്
ആണ് യേശുവിനെ പോലെ ആകാൻ എങ്കിലേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പം തിന്നുക എന്ന് പറഞ്ഞാൽ, യേശുവിനെ തിന്നുക എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ കടന്നു വരണം. നമ്മൾ കർത്തൃമേശയിലൊക്കെയും നമ്മൾ അപ്പവും മീഞ്ഞും ഭക്ഷിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ അപ്പം നമ്മുടെ ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മൾ യേശുവിനെ തിന്നതുപോലെ, യേശു നമ്മുടെ ഉള്ളിൽ വന്നതുപോലെ തന്നെയുള്ള ഒരു ആ ഹൃദയത്തിലുള്ള ആ ഏകാഗ്രതയോടെ താല്പര്യത്തോടെ വേണം, ഭയത്തോടെ വേണം നമ്മൾ ആ അപ്പവും വീഞ്ഞിൽ നിന്നും പങ്കാളികളാകുവാൻ. അങ്ങനെ യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മീയമായിട്ടുള്ള പോഷണവും കരുത്തും നിലനിൽപ്പും യേശുവിനെ ഭക്ഷിക്കുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. യേശു ജീവൻ്റെ അപ്പമാണ്. ഇതാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശ സൂചിപ്പിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ഉപകരണങ്ങളുണ്ട് വിശുദ്ധ സ്ഥലത്ത്, ധൂപപീഠം. ധൂപപീഠത്തിൻ്റെ കുറിച്ചുള്ള വിവരണങ്ങൾ പുറപ്പാട് 30-ന്റെ 1 മുതൽ 10 വരെയും 37-ന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ്. ധൂപപീഠം ഖദിരമരം കൊണ്ടുണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു, സമചതുരമാണ്. ഈ ധൂപപീഠത്തിൽ സുഗന്ധ സാധനങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരവും പുകയ്ക്കണം. അതിൽ നിന്ന് പുക ഉയരണം, ധൂപം ഉയരണം. പുറപ്പാട് പുസ്തകത്തിനകത്ത് 30-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വർഷത്തിലൊരിക്കൽ അതിൻ്റെ കൊമ്പുകളിൽ രക്തം പുരട്ടണം. അതിന് 4 കൊമ്പുകളുണ്ട്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അതിൻ്റെ കൊമ്പുകളിൽ രക്തം പുരട്ടണമെന്ന് പറയുന്നുണ്ട്. ഈ ധൂപപീഠം എവിടെയാണ് ഇരിക്കുന്നത്? അത് പ്രാകാരത്തിലാണോ, വിശുദ്ധ സ്ഥലത്താണോ, അതിവിശുദ്ധ സ്ഥലത്താണോ? നമ്മൾ ഇതുവരെയും പഠിച്ചത് അത് വിശുദ്ധ സ്ഥലത്താണെന്നാണ്. എന്നാൽ പുറപ്പാട് 30-ന്റെ 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 30-ന്റെ 6. സാക്ഷ്യപെട്ടകത്തിൻ്റെ മുന്നിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിന് മുമ്പിലിരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുൻപാകെ അത് വയ്ക്കണം. ധൂപപീഠം വെക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തിരശ്ശീലയ്ക്ക് മുൻപാകെ അത് വയ്ക്കണം. സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിൻ്റെ മുമ്പിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുൻപാകെ അത് വയ്ക്കണം. എന്നാൽ നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ധൂപപീഠം ഇരിക്കുന്നത് അവിടെയല്ല, ഒരു വ്യത്യസ്തമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. എബ്രായർ 9, 3 മുതൽ 5 വരെ. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപട്ടവും അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്തവടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ അത് അതിവിശുദ്ധ സ്ഥലത്താണ് ധൂപപീഠത്തെ കാണുന്നത്. ധൂപകലശം മുഴുവനും വിശുദ്ധ സ്ഥലം എന്നിവർ 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും. അപ്പോൾ നമ്മൾ സംശയിക്കും, പുറപ്പാടിനകത്ത് പറയുന്നത് തിരശ്ശീല വിശുദ്ധ സ്ഥലത്തായിട്ടും എബ്രായരിൽ പറയുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്തുമായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്നാൽ ഒരിക്കലും ബൈബിളിന് തെറ്റുപറ്റുകയില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ ധൂപം എന്ന് പറയുന്നത് ധൂപത്തിൻ്റെ പുകയാണല്ലോ, അത് പൊങ്ങുകയാണ്, അത് പ്രാർത്ഥനയെ കാണിക്കുന്നു. ധൂപപീഠം പുറപ്പാട് പുസ്തകത്തിൽ വിശുദ്ധ സ്ഥലത്തും എബ്രായരുടെ പുസ്തകത്തിൽ അതിവിശുദ്ധ സ്ഥലത്തുമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിൽ സുഗന്ധ ധൂപ വർഗ്ഗങ്ങളാണ് അവിടെ പുകയ്ക്കുന്നു. ഇത് പ്രാർത്ഥനയാണ് ഇത് കാണിക്കുന്നത്. പ്രാർത്ഥന എങ്ങോട്ടാണ് പോകേണ്ടത്? അത് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം അവിടെയാണ് വരുന്നത്. ദൈവം ഇരിക്കുന്നിടത്തേക്ക് വേണം നമ്മൾ പ്രാർത്ഥന എത്തിച്ചേരാൻ. അത് നമുക്ക് മറ്റൊരു വേദഭാഗം കൂടെ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു നോക്കാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെ. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈ നിറയെ എടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിൻ്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടണം. ഇവിടെ ലേവ്യരിനകത്ത് നമ്മൾ കാണുന്നത്
അഹരോൻ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ധൂപവർഗം എടുത്തുകൊണ്ട് അകത്ത് കയറി തിരശ്ശീലയ്ക്ക് അകത്ത് ചെന്ന് അവിടെ ഇട്ട് പുകയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിൻ്റെ മേഘം എന്ന് പറഞ്ഞാൽ പുകയുടെ ആ മേഘം പൊങ്ങുന്ന പോലെ ധാരാളം പുക പൊങ്ങണം. അത് സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടണം. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ തേജസ് മുഴുവനോടെ മനുഷ്യർക്ക് കാണുവാൻ കഴിയില്ല, കണ്ടാൽ അവൻ മരിച്ചു പോകും. അതാണ് പറഞ്ഞത് താൻ മരിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ അവിടെ ഈ നല്ലവണ്ണം പുകച്ച് ആ പുക ഈ കൃപാസനത്തെ മുഴുവൻ മൂടത്തക്കവണ്ണം അവിടെ പുക പൊങ്ങണം എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ദൈവത്തെ അതേപോലെ കാണാൻ മനുഷ്യർ കാണാതിരിക്കേണ്ടതിനാണ്. അതിവിശുദ്ധ സ്ഥലത്തെ അത് മൂടണമായിരുന്നു ഈ പുക. അത് നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കാനായിരിക്കും എബ്രായ ലേഖനത്തിലെ ധൂപപീഠം അകത്തേക്ക് മാറ്റി വെച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഓൾറെഡി അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞല്ലോ. യേശുക്രിസ്തു തിരശ്ശീല കീറി അകത്തേക്ക് പ്രവേശനം നമുക്ക് സാധിപ്പിച്ചു തരികയും ചെയ്തു. അതിനകത്തൊരു മെസ്സേജുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തിരശ്ശീല പാടില്ല. തിരശ്ശീല ചിന്തിയാണല്ലോ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയാണ് ഈ ധൂപപീഠം കാണിക്കുന്നത്. ഈ ധൂപം ശരിയായി പൊങ്ങി ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ അത് തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കണം. പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. തിരശ്ശീലയ്ക്കകത്ത് തന്നെയാണ് ഈ ധൂപം പുകച്ച് കൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രത്യാശ ഒരു നങ്കൂരമാണ്. അത് തിരശ്ശീല കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. അത് തിരശ്ശീലയ്ക്കിപ്പുറത്തേക്കല്ല, അപ്പുറത്ത് ചെല്ലണം. അതുകൊണ്ട് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ കാണാൻ വരുന്ന ഒരാൾ കൃപാസനത്തിലെത്തണം. അവരുടെ പ്രാർത്ഥനയെങ്കിലും നമ്മുടെ തിരശ്ശീലയ്ക്കകത്ത് എത്തണം. പക്ഷേ പഴയ നിയമത്തിൽ പലരും എത്തിയിട്ടുണ്ടാവില്ല. പലരും പ്രാകാരത്തിൽ കടന്നു വന്ന് യാഗം അർപ്പിച്ച് മടങ്ങിപ്പോയിട്ടുണ്ടാകും. നമുക്കൊരു ബോധ്യം വരാൻ വേണ്ടിയാണ് നമ്മുടെ ആത്മാവിലുള്ള പ്രാർത്ഥനകളെങ്കിലും കൃപാസനത്തിൽ എത്തണം. ബൈബിളിൽ ഒരിക്കലും തെറ്റുപറ്റിയതല്ല. ലേവ്യപുസ്തകത്തിൽ നാം കാണുന്ന പുക അത് അങ്ങ് വരെ ചെല്ലണം എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അഹരോൻ അതിൽ നിന്ന് സുഗന്ധവർഗ്ഗം എടുത്തുകൊണ്ട് അകത്ത് കയറി കൊണ്ടിട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. ധൂപം പ്രാർത്ഥനകളാണെന്ന് നമുക്കറിയാമല്ലോ. അത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 8:3-4. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗ്ഗം അവന് കൊടുത്തു. ധൂപവർഗ്ഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പോൾ അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. 5-ാം അധ്യായം വെളിപ്പാട് 5:8 നമുക്ക് വായിക്കാം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗ്ഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. അപ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ധൂപവർഗ്ഗത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം വേണം. നമ്മളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും എങ്ങനെയുള്ളതാണ്? നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ള വളരെ സ്വാർത്ഥതയോടുകൂടിയ പ്രാർത്ഥനയാണ്. എൻ്റെ കാര്യം മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നതും അതെപ്പോഴും ദൈവത്തോട് അതാണ് ചോദിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയിട്ടല്ല, എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. നാമും പുരോഹിതന്മാരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശവും പുരോഹിത വർഗവും ഒക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ ജോലി ജനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക എന്നുള്ളതാണ്, ദൈവത്തോട് പക്ഷപാതം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയെ കാണിക്കുന്നത്. അപ്പോൾ ധൂപപീഠം കാണിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ. വിശുദ്ധന്മാർ വേണ്ടും പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ലോകത്തിലെ ജനങ്ങളെ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടിയൊക്കെയും ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ചേരുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ എപ്പോഴും പറയുക മാത്രമല്ല, പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം നമ്മൾ
ദൈവത്തിൻ്റെ ഹിതം നമ്മൾ കേൾക്കുവാനാണ് കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടിയത്. നമ്മൾ കൂടുതൽ സംസാരിക്കുകയല്ല, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അത് അനുസരിക്കുവാനാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തുള്ള ആ ഉപകരണങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് അതിവിശുദ്ധമുള്ള സ്ഥലത്തുള്ള ഉപകരണങ്ങളെ ആദ്യം താമസിയാതെ തന്നെ പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവത്തിന് സ്തോത്രം.